ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ചെന്നൈ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ 2 days ആയിട്ട് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരുപാട് ട്രെയിനേഴ്സിനെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അബുദാബിയിൽ നിന്നും അതുപോലെ ഖത്തറിൽ നിന്ന് 2 കരിയർ കോച്ചുമാരെ എനിക്ക് ഇവിടുന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരെ കണ്ട ഉടനെ ചോദിക്കാനുണ്ടാവും, എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ BEd വേണോ, അവിടുത്തെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെ, കുറേ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2 ട്രെയിനേഴ്സിൻ്റെ അടുത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അവർ പറയുന്നൊരു കാര്യം ഇതാണ്: എല്ലായിടത്തും അവർക്കൊരു ഫിക്സ്ഡ് റൂൾ ഉണ്ടാകും. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. ഇപ്പോൾ നമ്മുടെ സൗദിയിലെ കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ സൗദിയിൽ പജീർ ലൈസൻസ്, അതുപോലെ ദുബൈയിൽ വേറെന്തോ ലൈസൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, പിന്നെ അവർക്ക് ഇക്വാലൻസിയുടേതുണ്ട്. സൗദിയിൽ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നില്ല കുറേ റൂൾസ് അതുണ്ടായിരിക്കും. പിന്നെ സ്കൂളുകൾ അവരുടെ വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്കൂള് പറയുന്നത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതായത് ഗവൺമെൻറ് പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ടാവും, അതിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇപ്പോൾ അവിടെ പോയിട്ട് ഇക്കാമ വേണം, ഇപ്പോൾ സൗദിയിലാണെങ്കിൽ ലെവി കൊടുക്കണം. ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ ട്രെയിനേഴ്സിനോട് വിളിച്ചിട്ട്, മിസ്സേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ഭയങ്കര കോസ്റ്റാണ്, അല്ലെങ്കിൽ വിസക്ക് ഭയങ്കര കോസ്റ്റാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു സ്കൂളിനകത്ത് അത് ഗവൺമെൻറ് റൂൾസും ഉണ്ടാകും, പ്ലസ് സ്കൂളിൻ്റേതായ റൂൾസ് ഉണ്ടാകും. അങ്ങനെയാണ് BEdൻ്റെ കാര്യം. അധികവും ഇന്ത്യൻ സ്കൂൾസാണ് BEd ചോദിക്കുന്നത് ആണല്ലോ. എന്നാലോ മറ്റ് സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സാലറി കുറവാണ്. നമ്മുടെ ഇന്ത്യൻസാണ് പാരൻസും ഫീ കൊടുക്കുന്നതൊക്കെ, അതും നമുക്കറിയണം അല്ലേ. ബ്രിട്ടീഷ് അമേരിക്കയിൽ നിന്ന് നന്നായിട്ട് സാലറി കിട്ടും. പിന്നെ ഖത്തറിലാണെങ്കിലും അബുദാബിയിലാണെങ്കിലും ഒക്കെ ബ്രിട്ടീഷ് സ്കൂളുകളിൽ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത് BEd കൊണ്ടല്ല. അത് ഇന്നലെ ഒന്നും കൂടെ എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടി. അപ്പോൾ ഖത്തറിലുള്ള ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ, BEd വേണ്ട, അവരെല്ലാം പറയുന്ന ഇതാണ്, നന്നായിട്ട് നമ്മുടെ പെർഫോമൻസും കോൺഫിഡൻസും തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ BEd ഇല്ല എന്ന് പറഞ്ഞ് പേടിക്കരുത്. എന്നാൽ BEd ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയാൻ, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കതിൻ്റെ പ്രിഫറൻസ് വേറെ തന്നെയാണ്. അതുപോലെ ഈവൻ ഓൺലൈൻ ഡിപ്ലോമ ആയിട്ടാണെങ്കിലും വല്ല ടീച്ചിങ് ഡിപ്ലോമ ഒക്കെ നിങ്ങൾ ചെയ്താൽ അതും നല്ലൊരു കാര്യമാണ്. ബട്ട് എല്ലാറ്റിനേക്കാളും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും പെർഫോമൻസുമാണ്. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഇനി BEd വേണോ എന്ന് ആലോചിച്ച് നിൽക്കണ്ട. ഓൾ ദ ബെസ്റ്റ്.